EMS AKG സുന്ദരയ്യ സിന്ദാബാദ്. EMS AKG സുന്ദരയ്യ. ഇങ്ങനൊക്കെ വല്ല നേർച്ചയുണ്ടോ? കള്ളു മുടിച്ചോണ്ട് ഇങ്ങനെ വിളിച്ചോണ്ട് നടക്കുകയാണ്. ഭ്രാന്ത്. ആദ്യത്തെ രണ്ടുപേരെ മനസ്സിലായി, മറ്റേതാര് ആ സുന്ദരൻ? ആർക്കറിയാം, വല്ല നേതാക്കന്മാരും ആയിരിക്കും. അണ്ണൻ വേണ്ട സമയം കഴിഞ്ഞില്ല. ഇനി ആ കോമതി എങ്ങാനും പൊടിയിട്ട് അണ്ണനെ മൈക്കി കാണുമോ? അവളെക്കാളും വലിയ മേനക വന്നാലും അണ്ണനൊന്നും മയങ്ങൂല മോളെ. ആ ചന്ദ്രിക എന്നാൾ മുക്കി വെച്ച് പറഞ്ഞു, അണ്ണനൊന്നും മൂളിയാ പിന്നെ അവൾ ആരും അടുപ്പിക്കൂലെന്ന്. തന്നെ അമ്മനെ കടപ്പുറത്തിട്ട് യാവനാ വെട്ടി. എന്നിട്ട് അണ്ണനെന്തേ? മിഷിനോട്ട് കൊണ്ടുപോയി. കാണോ? അതിനും വേണ്ടിയിട്ടൊന്നുമില്ല. ആരും കണ്ടില്ലേ അവിടെ കിടന്ന് ചോര പോയി. എന്നാലും നീ അറിയ വെട്ടിക്കളണ്ടായിരുന്നു. വെട്ടിയില്ലെങ്കിൽ കാണാമായിരുന്നു. എല്ലാത്തിനും ഇപ്പൊ പനമ്പായി പോയിക്കൊണ്ട് വരായിരുന്നു. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ അവൻ കയറി അങ്ങ് മേഞ്ഞ്. എന്തായാലും പോലീസ് വരും. അതാ എന്റെ പണി പോവും വലിച്ച്. ശരിയായിരിക്കും കേട്ടാ. എന്തായാലും 3/4 മണിക്കൂർ അല്ലെങ്കിലേ ഉള്ള. അയ്യോ അയ്യോ. എന്തിനാണ് ഇവിടെ ബഹളം? അതെ, പേഷ്യന്റെ മുറിവിന് രണ്ടിനും വലിയ ആഴമൊന്നുമില്ല. ഒന്ന് സ്റ്റിച്ച് ഇടണമെന്നേ ഉള്ളു. നിങ്ങൾ രണ്ട് ബഹളം ഉണ്ടാക്കുമെന്ന് അവിടെ മാറിയിടുന്നേ. സിസ്റ്റർ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അവിടെ പോയി ഇരുന്നാണ്. അവിടെ പോയി ഇരിക്കേ. ചെയ്തു വെച്ചേക്കണോ? എന്റെ അണ്ണൻ ഈ ഗതി വരുത്തി വെച്ചോമാര് ആരായാലും അവന്മാര് നശിച്ചു പോത്തേ ഉള്ളു. നീ വെറുതെ കിടന്ന് പ്രാവില്ല. എങ്ങനെ ഉണ്ടോ? കുഴപ്പമില്ല സാർ. ആരാ വെട്ടിയത്? ഇരുട്ടായിരുന്നു. പറഞ്ഞാലും കോടതിയിൽ നിൽക്കൂല സാർ. ശബ്ദം വല്ലതും കേട്ടായിരുന്നു? പരിചയമുള്ള ആരുടെയെങ്കിലും ശബ്ദം പോലെ? ഇല്ല സാറേ. ഊഹം വെച്ച് പറഞ്ഞാലും കേസിന് ബലം കിട്ടൂലല്ലോ സാറേ. ബലം കിട്ടുന്നതൊക്കെ ഞങ്ങൾ എഴുതുന്ന പോലെ ഇരിക്കും. അതെ, ആരെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും മുൻവൈരാഗ്യം മറ്റോ? ഇല്ല സാറേ. കേസൊന്നും വേണ്ട സാറേ. അതിൻ്റെ പുറകെ നടക്കാനൊന്നും വയ്യ. നിങ്ങൾ നടന്നില്ലെങ്കിലും ഞങ്ങൾക്ക് നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാലും എത്തണമല്ലോ. ഞങ്ങളൊരു കേസും എഴുതും. കണ്ടാലറിയാത്ത കുറെ അജ്ഞാതരായ ആളുകൾ. നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഓ, അതാണ് ഞാനും ചോദിക്കാൻ വന്ന. നാളെ കണ്ട ഫയലുകൾ. അപ്പൊ നിനക്കൊന്നില്ലേ? അതൊക്കെ ഞാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തീർത്തോളാം. എന്തേ പേടിച്ചു കണക്കൊന്നുമില്ല. 5-6 കുത്തിക്കെട്ടുണ്ടെന്നേ ഉള്ളൂ. അവന്മാരെന്തേ അതുണ്ട്. വാ. അയ്യോ. പോലീസ് വന്നിട്ട് പോലീസിനോട് കേസാക്കണ്ടെന്ന് അവൻ പറഞ്ഞു. അതെന്തരാ അങ്ങനെ പറഞ്ഞത്? എന്തായാലും അത് നന്നായി. അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് പ്രശ്നം വരും. അവൻ കേസില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പുറത്തിറങ്ങുന്നതാണ് നല്ലത്.
മാറിയെന്ന എല്ലാവരും സംശയിക്കും. ഞാനും വിചാരിച്ചു. എന്തിനായാലും നമ്മളാ ചെയ്തെന്ന് അങ്ങേർക്ക് മനസ്സിലായി കാണും. കേസായത് എല്ലാവരും അറിയും. അതിന്റെ നാണക്കിടങ്ങിയിരിക്കില്ലേ. അതായിരിക്കും പോലീസിന്റെ അടുത്തൊന്നും പറയാത്ത. എന്തിനായാലും അവന്റെ മേലൊരു കണ്ണു വേണം. ഇനി അവൻ ഞൊളക്കരുത്.